ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളുടെ ഡെയിലി മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ കൃതികളാണ്. എതിർപ്പ് എന്ന കൃതി രചിച്ചത് പി കേശവദേവ്. അപ്പൊ എതിർത്താൽ ശവമാക്കി കളയും എന്നോർക്കുക. എതിർപ്പ് കേശവദേവ്. കഴിഞ്ഞ കാലം അപ്പൊ കെ പി കേശവ മേനോന. കെ പി കേശവ മേനോനാണ് കഴിഞ്ഞ കാലം രചിച്ചത്. കേശവ മേനോൻ. സ്മരണമണ്ഡലം. അപ്പോ നാരായണ എപ്പോഴും ഇങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? നാരായണ പിള്ള അല്ലെ? പി കെ നാരായണ പിള്ള. അങ്ങനെ നാരായണൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കത്തില്ലേ? അപ്പൊ സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. സ്മരണമണ്ഡലം പി കെ നാരായണ പിള്ള. എതിർത്താൽ ശവമാക്കി കളയും പി കേശവദേവ്. കഴിഞ്ഞ കാലം കെ പി കേശവ മേനോൻ. സ്മരണമണ്ഡലം പി കെ നാരായണ പിള്ള. ഇനി നമ്മൾ പര്യായ പദങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. മീന്റെ പര്യായ പദം എന്തൊക്കെ? മകരം, ശകുലം, ജലജം, ജാഷം. കണ്ടോ ജം വന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ദം വന്നത് പഠിച്ചില്ലേ? ദം വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അത് മേഘം, വാരിദം, നീരദം. ദം വന്നപ്പോ മേഘം. അപ്പൊ നമ്മൾ ജം ആണ് കണ്ടത്. അപ്പൊ മീൻ, അതായത് ജലജത്തിനെ തന്നെ താമരയും പറയും. ജലത്തിൽ ഉണ്ടാകുന്നത് എന്നാണ് അർത്ഥം. ജലത്തിൽ ഉണ്ടാകുന്ന എല്ലാം ജലജമാണ്. അതായത് താമര ജലത്തിലാണ് ഉണ്ടാകുന്നത്, മീൻ ജലത്തിലാണ് ഉണ്ടാകുന്നത്. ഇനി ജലത്തിലുള്ള ഒരു പായൽ, അതും ജലജമാണ്. ജലത്തിൽ ഉണ്ടാകുന്നതെന്നേ അർത്ഥമുള്ളൂ കേട്ടോ. ഇനി മകരം, ശകുലം, ജലജം, ജാഷം. അപ്പൊ മകരമുണ്ട്, ശകുലമുണ്ട്, ജലജമുണ്ട്, പിന്നെയോ ജാഷമുണ്ട്. ഇതാണ് മീൻ. ഇനി പാമ്പിന്റെ പര്യായങ്ങൾ എന്തൊക്കെയാണ്? ഉരകം, പന്നകം, ഫണി, ഭുജംഗം. നമ്മുടെ പാമ്പ് കടിച്ച പന്നപ്പാമ്പ് എന്ന് പറഞ്ഞു, പന്നകം. ഇനി ഉരക ജീവിയല്ലേ, ഇങ്ങനെ ഉരുണ്ടുരുണ്ട് നടക്കുകയല്ലേ, ഉരകമാണ് ഉരകം. ഫണി, ഭുജംഗം. ഫണിയുണ്ട്, ഭുജംഗമുണ്ട്. അപ്പൊ മീൻ എന്തൊക്കെയാ പറഞ്ഞത്? മീൻ എന്ന് പറഞ്ഞപ്പോ മകരം, ശകുലം, ജലജം, ജാഷം. പാമ്പോ? പന്നപ്പാമ്പ്, പന്നകം, ഉരകം, ഫണി, പിന്നെ ഭുജംഗം. ഇനി നമ്മുടെ കണ്ണാണ്. കണ്ണ് നമ്മുടെ മനുഷ്യന്റെ അവയവമാണ് കണ്ണ്. അക്ഷി എന്ന് പറയുന്നു. നയനമെന്നും നേത്രമെന്നും പറയുന്നു. നയനം, നേത്രം, അക്ഷി ഇതൊക്കെ എന്താണ്? കണ്ണാണ്. അപ്പൊ ഒരിക്കൽ കൂടി, എതിർപ്പ് എഴുതിയത് പി കേശവദേവ്. കഴിഞ്ഞ കാലം പി കേശവ മേനോൻ. സ്മരണമണ്ഡലം പി കെ നാരായണപിള്ള. മീന്റെ പര്യായ പദങ്ങൾ മകരം, ശകുലം, ജലജം, ജാഷം. പാമ്പോ? ഉരകം, പന്നകം, ഫണി, ഭുജംഗം. കണ്ണ്, അക്ഷി, നയനം, നേത്രം. ഇനി നമ്മൾ വിപരീത പദങ്ങൾ. ശാശ്വതമാണിത്. എല്ലാം നശിക്കുന്നതാണെങ്കിലോ നശ്വരം. നിന്ദിക്കുക, ഓപ്പോസിറ്റ് സ്തുതിക്കുക. നിന്ദിക്കുക തള്ളിപ്പറയുകയാണ്, സ്തുതിക്കുക ഇത് പുകഴ്ത്തുകയാണ്. ദൈവത്തെ സ്തുതിച്ചു അല്ലെ? ദൈവനിന്ദ പാടില്ല, കേട്ടിട്ടില്ലേ? ദീർഘം എന്ന് വെച്ചാൽ വളരെ നീളമുള്ളതാണ്. ഹ്രസ്വം ചെറുത്. ദീർഘദൃഷ്ടി, ഹ്രസ്വദൃഷ്ടി, ദീർഘദൂരം. അപ്പൊ വളരെ കൂടുതലുള്ളത് എന്നാണ്. ഹ്രസ്വം ചെറുതാണ്. ദുഷ്ടനാണ് നീ അല്ലെ? സുഷ്ട, നല്ലവൻ. ശാശ്വതം, നശ്വരം. നിന്ദ, സ്തുതി. ദീർഘം, ഹ്രസ്വം. ദുഷ്ട, സുഷ്ട. അടുത്തത് പുരാണത്തെ സംബന്ധിച്ചത്. പൗരാണികം ഒറ്റ വാക്കാണ്. പ്രദേശത്തെ സംബന്ധിച്ച് പ്രാദേശികം. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഔദ്യോഗികം. ജയിക്കാനുള്ള ആഗ്രഹം ജിഗീഷ. അപ്പൊ ശാശ്വതം, നശ്വരം. നിന്ദ, സ്തുതി. ദീർഘം, ഹ്രസ്വം. ദുഷ്ട, സുഷ്ട. പുരാണത്തെ സംബന്ധിച്ച് പൗരാണികം, പ്രദേശത്തെ സംബന്ധിച്ച് പ്രാദേശികം, ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ഔദ്യോഗികം, ജയിക്കാനുള്ള ആഗ്രഹം ജിഗീഷ. ഇനി നമ്മൾ അർത്ഥങ്ങളാണ് പഠിക്കുന്നത്. ഉപത എന്ന് വെച്ചാൽ അർത്ഥം കാണിക്ക എന്നാണ്. ഇപ്പൊ നമ്മളൊരു ഗുരുവിനെ കാണാൻ പോകുമ്പോൾ കാണിക്ക കൊടുക്കും അല്ലെ? അതായത് നമ്മൾ ഒരു ദക്ഷിണ കൊടുക്കുന്നതാണ്. അപ്പൊ ദൈവത്തിന് കാണിക്ക വെച്ചു എന്ന് പറയത്തില്ലേ? അപ്പൊ ഉപത കാണിക്ക. അച്ചം എന്ന് വെച്ചാൽ ഭയമാണ്. അച്ഛനോട് ഭയമാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. കൂട് അച്ചം, ഭയം. ചത്വരം, ചതുരം പോലെ മുറ്റമുണ്ട് അല്ലെ? ചത്വരം മുറ്റമാണ്, നമ്മുടെ വീട്ടുമുറ്റം. വിരാണി എന്ന് വെച്ചാൽ ആനയാണ്. വിരാണി എന്താണ്? ആന. ഗജം, ആന.
അപ്പൊ ഉപത കാണിക്ക, അച്ചം ഭയം, ചത്വരം മുറ്റം, വിരാണി ആന. ഒരിക്കൽ കൂടി ഉപത കാണിക്ക, അച്ചം ഭയം, ചത്വരം മുറ്റം, വിരാണി ആന. ക്ലിയർ ആണ്? അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെ പഠിച്ചു? നമ്മള് കൃതികൾ പഠിച്ചു, പര്യായം പഠിച്ചു, വിപരീതം പഠിച്ചു, ഒറ്റപ്പദം പഠിച്ചു, അർത്ഥം പഠിച്ചു. നമ്മൾ ഒരു ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതാണ്: മീന്റെ പര്യായങ്ങൾ എന്തൊക്കെ? ശകുലം, ജാഷം, അതുപോലെ ജലജം, പിന്നെന്താണ്? ക്ലിയർ ആണ്? ഇനി പാമ്പിന്റെ ഓർത്ത് നോക്കിയേ, പന്നകം, ഫുണി, ഭുജംഗം. ക്ലിയർ ആണ്? അപ്പോ നമ്മൾ ഉരകം, പന്നകം, ഫണി, ഭുജംഗം. മറ്റേത് മകരം, ശകുലം, ജലജം, ജാഷം. ക്ലിയർ ആണ്? പിന്നെ പുരാണത്തെ സംബന്ധിച്ച് പൗരാണികം, നിന്ദ, സ്തുതി, ദുഷ്ട, സുഷ്ട, ദീർഘം, ഹ്രസ്വം. ഉപത എന്താണ്? കാണിക്ക. വാരണ എന്താണ്? ആന. ഇപ്പൊ വിരാണി, വിരാണി ആന. ചത്വരം മുറ്റം, അച്ചം ഭയം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.